ഏറെക്കാലമായുള്ള പൊതുജനത്തിന്റെ ആവശ്യമായിരുന്നു ദേശീയപാത 66 വികസനം. അങ്ങനെ വികസന പരിപാടികൾ ഏതാണ്ട് പലയിടങ്ങളിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം സന്തോഷത്തിലാണ്. തൽക്കാലത്തേക്കുണ്ടാകുന്ന യാത്രാക്ലേശം സഹിക്കാനും വികസനത്തിന്റെ ഭാഗമായിക്കൊണ്ട് വീടുകളും കടമുറികളും പൊളിച്ച് സ്ഥലം വിട്ടു നൽകിയവരും സന്തോഷത്തിലാണ്. ഏറെക്കാലമായി ദേശീയപാത 66 യാത്ര അത്യന്തം ക്ലേശകരമായിരുന്നു. വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പവും റോഡിന്റെ വീതിക്കുറവും കാരണം യാത്രക്കാരുടെ സമയത്തിന്റെ മുക്കാൽ ഭാഗവും റോഡിൽ തന്നെ അവസാനിക്കുന്ന അവസ്ഥയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയപാത വികസനം വന്നപ്പോൾ എല്ലാവരും അതിലൂടെയുള്ള സ്വസ്ഥമായ ഒരു യാത്ര സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗതാഗത കുരുക്കുകളിൽ പെടുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥലം വിട്ട് നൽകിക്കൊണ്ട് സ്വന്തം വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇരുട്ടടി പോലെ ദേശീയപാത അതോറിറ്റിയുടെ പുതിയ തീരുമാനം വരുന്നത്. വിശാലമായി കിടക്കുന്ന ദേശീയപാതയിൽ നിന്ന് ഇരുവശങ്ങളിലേക്കുമുള്ള സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം ഈ റോഡിലേക്ക് ഇറങ്ങാനും സർവീസ് റോഡുകളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറുന്നതിനായി ഇനി കപ്പം കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ. നേരത്തെ സ്വന്തം വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജനത്തിന് റോഡിലേക്ക് യഥേഷ്ടം ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി വഴി നിർമ്മിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റിയോട് യാചിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. വെറുതെ ഒരു അപേക്ഷ നൽകിയാൽ മാത്രം പോരാ, പകരം അപേക്ഷയ്ക്കൊപ്പം 2.5 ലക്ഷം രൂപ കൂടി കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അപേക്ഷയിൽ അവർ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ എല്ലാം പാലിക്കപ്പെടുകയും വേണം. ഇനി നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വന്തം വീട്ടിൽ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴോ വീട്ടുമുറ്റത്ത് വീഴുന്ന വെള്ളം റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല. അതിനായി സ്വന്തം ചെലവിൽ ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കി വിടേണ്ടതാണ്. അടുത്തത് ഇങ്ങനെയാണ്: അപേക്ഷയോടൊപ്പം മുന്നിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ഒരു രൂപരേഖ തയ്യാറാക്കണം. ഇരുവശങ്ങളിലേക്കുമുള്ള റോഡിന്റെ 1100 മീറ്റർ നീളത്തിലുള്ള രൂപരേഖയാണ് സമർപ്പിക്കേണ്ടത്. ഈ രൂപരേഖയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നിർമ്മിക്കുന്ന ഓടയുടെ പ്ലാൻ, റോഡിലെ അടയാളങ്ങൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം സത്യവാങ്മൂലവും നൽകേണ്ടതാണ്. എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ എന്ന് നോക്കാം. ഇതിലെ വ്യവസ്ഥകൾ ജനങ്ങൾക്ക് ഇരുട്ടടിയാകുമെന്ന് പറയേണ്ടി വരും. ഇനി ഈ രീതിയിൽ അപേക്ഷ നൽകി വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഉള്ള വഴിക്ക് അനുമതി നൽകിയാൽ തന്നെ ആ വഴി ഭാവിയിൽ ദേശീയപാത വികസനം വരുമ്പോൾ പൊളിച്ചു നീക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നും സ്വന്തം നിലയ്ക്കത് പൊളിച്ചു നീക്കിക്കൊള്ളാമെന്നും റോഡിനു വേണ്ടി വീണ്ടും ഫീസ് നൽകിക്കൊള്ളാം എന്നുമുള്ള സത്യവാങ്മൂലം ഓരോ ഭൂവുടമയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെയുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ പുതിയ തീരുമാനങ്ങൾ? ഇത് പൊതുജനത്തെ കബളിപ്പിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. ഈ രീതിയിൽ അപേക്ഷ നൽകി അംഗീകാരം ലഭിച്ചാൽ അടയ്ക്കുന്ന തുക തിരികെ നൽകുമെന്നാണ് പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനോ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതിനോ ഒരു പൗരൻ പാലിക്കേണ്ട നിയമവശങ്ങൾ ഇതൊക്കെയാണ്. അതുമാത്രമല്ല, വഴിക്ക് 3.5 മീറ്ററിലധികം വീതി ഉണ്ടാകാൻ പാടില്ല എന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വീട്ടുടമകൾക്ക് 2.5 ലക്ഷം രൂപയാണ് നൽകേണ്ടതെങ്കിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ 2,80,000 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് എന്നുകൂടി ഓർക്കണം. ഇനി അടയ്ക്കേണ്ട തുകയുടെ വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 10,000 രൂപ അപേക്ഷാ ഫീസായി നൽകണം. 20,000 രൂപ താൽക്കാലികമായി അനുമതി ലഭിക്കുന്നതിനും ബാക്കിയുള്ള 2.5 ലക്ഷം രൂപ വഴിക്കായുള്ള ലൈസൻസിന്റെ ഫീസുമാണ്. ചെറിയ കടകൾ മുതൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വരെയാണ് ഇപ്പോൾ ഇത്തരം ദേശീയപാതകൾക്ക് ഇരുപുറവുമായുള്ളത്. ഇത്തരം തീരുമാനങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര സ്വാതന്ത്ര്യം ഇനി കിട്ടാക്കനിയായി മാറും. അതേസമയം അപേക്ഷിക്കുന്നത് എത്രത്തോളം സുതാര്യമാണെന്ന് ഭാവിയിൽ കണ്ടറിയേണ്ടിയും വരും. അപേക്ഷ സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ പോർട്ടലിലാണ്. ഇത് മാത്രമല്ല, ദേശീയപാത വികസനം കഴിയുമ്പോൾ ഇതിലൂടെയുള്ള യാത്രയ്ക്ക് ടോൾ എന്ന പേരിൽ ചുങ്കവും ഏർപ്പെടുത്തുമെന്നുകൂടി ഓർക്കുക. തിരുവല്ലത്തും പാലിയേക്കരയിലും പന്നിയങ്കരയിലും ടോൾ പ്ലാസകളിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളും ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അതിനിടയിലാണ് വഴി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദേശീയപാത അതോറിറ്റി നടത്തുന്ന ഈ പിരിവ്. അതേസമയം ഭൂമി റോഡ് വികസനത്തിനായി സൗജന്യമായി വിട്ടു നൽകിയവരും ഇതിൽ നിന്ന് ഇളവിന് അർഹരല്ല. അവരും ഇത്തരം നിയമങ്ങൾ അനുസരിച്ചേ മതിയാകൂ.
സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകിയത് സൗജന്യമായിട്ടായിരുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഈ വസ്തുവിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളുകൾക്ക് പോലും ഇളവ് ഏർപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയാണ് പലരും പാരമ്പര്യമായി കിട്ടിയ സ്വത്തുൾപ്പെടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഇത്തരത്തിൽ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്ഥലം വിട്ടു നൽകിയപ്പോൾ ഇങ്ങനെ ഒരു കുരുക്ക് വരും എന്ന് ആരും ഓർത്തില്ല എന്നതാണ് സത്യം. സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥലത്തിന്റെ വിലയുടെ ഇരട്ടിയാണ് നൽകിയതെങ്കിലും ഇപ്പോഴത്തെ ഈ തീരുമാനം സാധാരണക്കാരായ ഭൂവുടമകളെയും ചെറുകിട വ്യാപാരികളെയും ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.